സഹായത്തിൽ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന മലയാളത്തിന്റെ പ്രിയ കവിയും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ ശ്രീ ONV കുറുപ്പ് രചിച്ച അമ്മ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്. 9 കൽപ്പണിക്കാരുടെയും അവരുടെ ഭാര്യമാരുടെയും കഥ പറയുന്ന ഈ കവിത മാതൃത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്കു കല്ലിലെ കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കുന്നില്ലൊന്ന് കൊണ്ടും. എന്താണ് പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ വെളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ. അധികാരമുള്ളോരതേറ്റു ചൊല്ലി, അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 ഉണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിലുറച്ചു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും, ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്ന തെല്ലൊരുറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്തു കന്നിയുമായി വന്നെത്തിടുന്നവൾ ആരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളി പണിക്കാതൻ മാനം കാക്കും, അവളി പണിക്കാതൻ മാനം കാക്കും. കന്നിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട വരമ്പിലൂടെ മണ്ടിക്കിതച്ചു വരുന്നതാരോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഓർക്കാപ്പുറത്താണ് ശനിപാദം, ആർക്കറിയാനന്നതൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാരെ അന്ത്യമം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. കെട്ടിമറയ്ക്കല്ലൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കല്ലൻ എന്റെ കൈയും. എന്റെ പൊന്നോമന കേണിടുമ്പോൾ എന്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ, ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. 9 കൽപ്പണിക്കാർ പടുത്ത വൻപെന്നോര കോട്ടതൻ മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിന പൂർണ്ണ സുന്ദരമായ വെൺശിലാശില്പം, സുന്ദരമായ വെൺശിലാശില്പം. എന്തിനു വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമേറുന്നൊരാവലങ്കൈയും നെട്ടിൽ നിന്നും പാൽ തുള്ളികളൂറും മട്ടിലുള്ളൊരാ നഗ്നപം മാറും കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർക്കുന്നു, അമ്മ അമ്മ എന്നാർക്കുന്നു. നന്ദി. Just number 8.